ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരുപാട് ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വന്ന് നല്ലപോലെ നേരെയുണ്ട്. തണുപ്പായപ്പോൾ എണീക്കാൻ ഭയങ്കര മടിയായി. പിന്നെ ഞാൻ വേഗം വന്ന് വിളക്കൊക്കെ തെളിയിക്കുകയാണ്. അപ്പോഴത്തേക്ക് അമ്മ എണീറ്റ് കോലമൊക്കെ ഇട്ട് ഗണേശ ഭഗവാനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറിയൊക്കെ തൊടുകയാണ്. അപ്പോഴേക്കും പൂച്ചക്കുട്ടികൾക്ക് പാല് കുറച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇന്ന് സങ്കടമായ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രൈപോഡ് വീണ് പൊട്ടിപ്പോയി കേട്ടോ. ഏകദേശം വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് പൊട്ടിയത്. പിന്നെ ഇതാ മസാല കറിക്കുള്ളതൊക്കെയാണ് കേട്ടോ. ഗ്രീൻ പീസ് മസാല ആണ്. അപ്പോൾ പട്ട, ഗ്രാമ്പു എല്ലാം കൂടിയിട്ട് വഴട്ടുകയാണ്. ചെറിയുള്ളി, തക്കാളി ഒക്കെ നന്നായി മൂപ്പിച്ച് വന്ന ശേഷം നമുക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക കേട്ടോ. ആ പച്ച സ്മെല്ല് പോണ വരെ നന്നായി വഴട്ടണം. എന്നിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കറി അതിലോട്ട് ഒഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മുളക് ചമ്മന്തിക്കുള്ള ഇതാണ് കേട്ടോ. ഞാൻ സബോളയാണ് അരിഞ്ഞ് വെക്കണത്. അപ്പോൾ വെറും ഞാൻ സബോളയും വറ്റൽമുളകും ഉപ്പിട്ടിട്ട് ഞാൻ അരയ്ക്കും. എന്നിട്ട് ഇതാ കടുക് വറുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടുക് വറുക്കുമ്പോൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതാ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പയറുപ്പേരി വെക്കാം കേട്ടോ. കയ്യിലാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ടാണ് ലൈറ്റായിട്ടൊന്ന് ഡിസ്റ്റർബൻസ് കാണിക്കണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ രേഖപ്പെടുത്തണം. പിന്നെ ഇന്നലെ ഞാൻ അരച്ച് വെച്ച ആപ്പത്തിനുള്ള മാവാണ്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആപ്പമൊക്കെ ചുട്ടെടുക്കാം. നല്ലതാ സോഫ്റ്റായിട്ടുള്ള ആപ്പമാണ്. പിന്നെ ഇതാ അബി എന്തോ പറഞ്ഞിട്ട് അവിടെ ലഞ്ച് കെട്ടുകയാണ് കേട്ടോ. അതൊന്നും ഞാൻ കണ്ടില്ല. അവിടെ ഫോണിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ചു പോയി. പിന്നെ ഇന്നേക്ക് ബുധനാഴ്ച ഒരു അമ്മ വരും, അവർക്കുള്ള ആഹാരമാണ്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.